യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞതെന്താ? സർക്കാരിന്റെ വീട് വരുമ്പോൾ കോൺഗ്രസിന്റെ വീട് അവിടെ ഉണ്ടാവും. വരുവോ? ഭയങ്കര തന്നെ അടിച്ചു സ്കോർ ചെയ്തു. അടിച്ചു സ്കോർ ചെയ്തു. പക്ഷേ ദുരന്തബാധിതരായ മനുഷ്യർക്ക് സർക്കാരും വാഗ്ദാനം ചെയ്യുന്നു, കോൺഗ്രസും വാഗ്ദാനം ചെയ്യുന്നു. സർക്കാർ വാഗ്ദാനം ചെയ്ത വീട് 1-ാം തീയതി താക്കോൽ കൈമാറ്റം. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് എവിടെ? അല്ലല്ല, വയനാട് പ്രതിനിധിയായ പ്രിയങ്ക ഗാന്ധി എത്ര രൂപ കൊടുത്തു ദുരിതാശ്വാസ നിധിയിലേക്ക്? താങ്കൾ പറയൂ. മുഖ്യമന്ത്രി എത്ര രൂപ കൊടുത്തു? മുഖ്യമന്ത്രി എത്ര കൊടുത്തു? ശമ്പളം കൊടുത്തു. പ്രിയങ്ക ഗാന്ധി എന്ത് കൊടുത്തു? പ്രിയങ്ക ഗാന്ധി കൊടുത്തത് അന്വേഷിച്ച് നോക്കൂ. എത്ര ഇത് ഓരോ നേതാക്കളെ പേരായിട്ട് പറയുന്നത് എന്തിനാണ്? അത് ശരി, പ്രിയങ്ക ഗാന്ധി കൊടുത്തിട്ടില്ല എന്ന് കരുതുന്നുണ്ടോ? കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല വെറുതെ പറയരുത്. കൽപ്പറ്റയുടെ MLA ടി സിദ്ദിഖിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു പ്രിയങ്ക ഗാന്ധി കർണാടക പോകുന്നത്. പ്രിയങ്ക ഗാന്ധി എത്ര കൊടുത്തു? സ്മൃതി പരുത്തിക്കാട് പറയേണ്ട ആവശ്യം അത് ചോദ്യമല്ലേ? അല്ല, അവരോടാണ് ചോദിക്കുന്നത്, എന്നോട് ചോദിക്കേണ്ടത്. ഇതെന്ത് രീതിയാണ്? നിങ്ങൾ എന്താ കോൺഗ്രസ് സ്റ്റാഫിൽ ഞാൻ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്, പ്രതിപക്ഷ പാർട്ടിയിലല്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ മാധ്യമം, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെയോ സർക്കാരിന് PR പരിപാടി ചെയ്യലല്ല മാധ്യമ പ്രവർത്തകർ. പ്രതിപക്ഷ നേതാവ് പറയുന്ന വാക്കുകൾ അതേപടി എടുത്ത് പറയലുമല്ല മാധ്യമ പ്രവർത്തനം. അത് ഇന്നും പറഞ്ഞ നല്ലത്. ഇത് കാലാകാലമായുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാ. മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഓരോന്നും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാ. വസ്തുത അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ഒടുവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയില്ലേ? സ്പ്രിംഗ്ലർ വിഷയത്തിൽ, വിഷയത്തിൽ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്, സർക്കാരിനോടൊപ്പം വീട് കൊടുക്കാമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ വീട് എവിടെ? ഈ ചോദ്യം PR സുനിൽ ചോദിക്കുമ്പോൾ സ്മൃതി ഇടപെട്ട് ചോദിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. താങ്കൾക്ക് ഇപ്പോഴും ബോധ്യം വരുന്നില്ല കോൺഗ്രസ് ആ ദുരന്തബാധിതരായ ആളുകളോട് കൊടുത്ത വാഗ്ദാനം ഈ നിമിഷവും പാലിച്ചില്ല എന്നുള്ളത് വസ്തുതയല്ലേ? പ്രതിപക്ഷമാകാൻ ശ്രമിക്കൂ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള പറയാനുള്ളത്. ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാതെ, ഒരു അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ ഒളിച്ചോടിയ പ്രതിപക്ഷത്തോട് പറയൂ സ്മൃതി. ശരിയായ രീതി കോൺഗ്രസ് ആയാലും ഇതൊന്നും ശരിയായ രീതിയല്ല. അങ്ങനെ അത് ചെയ്യിക്കണ്ട. കണ്ണ് കാണാതിരിപ്പാണ്, മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വിലട്ടും കണ്ണ് കാണാതിരിപ്പാണ്.